ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ കർവ് സർവേയിങ് ആണ് പഠിക്കുന്നത്. അതിൽ സെറ്റിംഗ് ഔട്ട് ഓഫ് കർവ്സ് യൂസിങ് ആംഗുലർ മെത്തേഡ്സ് അല്ലേ, ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ടോട്ടൽ 3 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് റാങ്കൈൻസ് മെത്തേഡ്, സെക്കൻഡ് വൺ ഈസ് ടൂത്ത് തിയോഡലൈറ്റ് മെത്തേഡ് ആൻഡ് തേർഡ് വൺ ഈസ് ടാക്യോമെട്രിക് മെത്തേഡ് അല്ലേ. അപ്പോൾ ഇതിൽ റാങ്കൈൻസ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും വൃത്തിക്ക് പഠിക്കുക. ആ ന്യൂമറിക്കൽ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കിയുള്ള മെത്തേഡ്സിനൊന്നും ന്യൂമറിക്കൽ വരില്ല. റാങ്കൈൻസ് മെത്തേഡിന് മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ ചോദിക്കൂ. ഓക്കെ, യൂസിങ് ആ ചെയിനേജ് ലെങ്ത് അതെല്ലാം വെച്ചുകൊണ്ടാണ് ചോദിക്കൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത മെത്തേഡാണ് ടൂത്ത് തിയോഡലൈറ്റ് മെത്തേഡ്. ഓക്കെ, ടൂത്ത് തിയോഡലൈറ്റ് മെത്തേഡ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വെൻ ദ ചെയിനിങ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദാറ്റ് ഏരിയ. നമുക്ക് കർവ് സെറ്റ് ചെയ്യേണ്ട, ഗ്രൗണ്ടിൽ കർവ് സെറ്റ് ചെയ്യേണ്ട ആ ഏരിയയിൽ നമുക്ക് ചെയിനിങ് പോസിബിൾ അല്ല എങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ചെയിനിങ്, ദെൻ വി ക്യാൻ യൂസ് ടൂത്ത് തിയോഡലൈറ്റ് മെത്തേഡ്. ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ച റാങ്കൈൻസ് മെത്തേഡിൽ അതിൽ നമ്മൾ ലെങ്ത്ത് ചെയിൻ വെച്ച് മെഷർ ചെയ്യാനുണ്ട്, ചെയിനോ ടാപ്പോ വെച്ചിട്ട് മെഷർ ചെയ്യാനുണ്ട് ഇൻ റാങ്കൈൻസ് മെത്തേഡിൽ അല്ലേ. പക്ഷേ ഇതിൽ നമ്മൾ ചെയിൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ലെങ്ത്ത് ചെയിനോ ടാപ്പോ വെച്ച് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻ ദ കോഡ്സ് യൂസിങ് ആംഗിൾസ്. ഓക്കെ, നമ്മൾ ആദ്യം ഒരുപാട് കോഡ്സ് വരക്കും ഓഫ് പെർട്ടിക്കുലർ ലെങ്ത്ത്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ അതുപോലെ കോഡ്സ് വരയ്ക്കുന്നതിന് ഇവിടെ ഇപ്പോൾ നമുക്ക് ടാപ്പോ ചെയിനോ വെച്ച് ലെങ്ത്ത് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി വി ക്യാൻ ഒബ്റ്റെയിൻ ഫ്രം ദ ആംഗിൾസ് എന്നാണ് ഈ മെത്തേഡ് പറയുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് 2 തിയോഡലൈറ്റ് ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് ടൂത്ത് തിയോഡലൈറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കർവ്, നമുക്ക് ഉണ്ടാക്കേണ്ട കർവ് ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കർവിൽ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് കർവ്, അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഓഫ് കർവ്. T2 എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ടാൻജൻസി, അല്ലെങ്കിൽ കർവ് എൻഡ് ചെയ്യുന്ന പോയിൻ്റാണ് T2 അല്ലേ. അപ്പോൾ ഈ T1 എന്ന് പറഞ്ഞ പോയിൻറ്റിലും T2 എന്ന് പറഞ്ഞ പോയിൻറ്റിലും നമ്മൾ തിയോഡലൈറ്റ് പ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് the angle from the tangent to the chord is equal to the angle which the chord subtends to the opposite segment. അതായത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കേണ്ട കർവിൻ്റെ ഫസ്റ്റ് കോഡ്, നമ്മൾ കോഡാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് കോഡ്സ് വരച്ചിട്ട് ആ കോഡ്സിൻ്റെ എല്ലാം പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ പിന്നെന്ത് ചെയ്യുന്നത്, കർവ് വരക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കോഡ്, ഈ കോഡ് ഇതിൻ്റെ ടാൻജൻറ്റ് പറ്റും. ഇപ്പോൾ നമ്മുടെ ടാൻജൻറ്റ് ലൈൻ ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ് പോയിൻ്റ് ഓഫ് കർവ് T1 എന്ന് നമ്മളെ വെർട്ടെക്സിലേക്ക് വരക്കുന്ന ടാൻജൻറ്റ് ലൈനിൽ നിന്ന് നമ്മൾ കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ, അത് del1 ആണെന്ന് വിചാരിക്കാം. del1 ആണ് ഫസ്റ്റ് ആംഗിൾ അല്ലേ. ആംഗിൾ വിച്ച് ദ ടാൻജൻറ്റ് മേക്സ് വിത്ത് ദ കോഡ് വിൽ ബി ഈക്വൽ ടു ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഓപ്പോസിറ്റ് കോഡ്. ഇതാണ് ഓപ്പോസിറ്റ് കോഡ്. ഇത് നമ്മുടെ സെൻട്രൽ ലൈൻ ആണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കോഡ്. ഓപ്പോസിറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതാണ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഓപ്പോസിറ്റ് കോഡ് വിത്ത് ദ സെൻട്രൽ ലൈൻ, അല്ലെങ്കിൽ വിത്ത് ദ കോമൺ ടാൻജൻറ്റ്. del1 വിൽ ബി ഈക്വൽ ടു ദിസ് ആംഗിൾ. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, angle from the tangent to the chord is equal to the angle which the chord subtends in the opposite segment. ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാകുന്ന ആംഗിൾ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് കിട്ടി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ആംഗിൾസ്, ടാൻജൻഷ്യൽ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മളത് റാങ്കൈൻസ് മെത്തേഡിൽ പറഞ്ഞ പോലെ ഇതിൽ ആംഗിൾസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും യൂസിങ് ദ പെഗ് ഇൻ്റർവെൽ. നമ്മൾ ആദ്യം തന്നെ പെഗ് ഇൻ്റർവെൽ സെറ്റ് ചെയ്യേണ്ടി വരും. ആ പ്രോബ്ലം ചെയ്തവർക്ക് മനസ്സിലാവും. ആദ്യം തന്നെ നമ്മൾ ഈക്വൽ പെഗ് ഇൻ്റർവെൽസ്, ഇപ്പോൾ 20 മീറ്ററോ 30 മീറ്ററോ പെഗ് ഇൻ്റർവെൽസ് വെച്ചിട്ടാണ് കോഡ് വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കോഡിൻ്റെയും ലാസ്റ്റ് കോഡിൻ്റെയും ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയുന്നുണ്ടാവും. ഓൾറെഡി ഈ കർവ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ കോഡ് ലെങ്ത് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ യൂസിങ് ദ കോഡ് ലെങ്ത് വി ക്യാൻ ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആംഗിൾ ആൻഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ഈ ടാൻജൻഷ്യൽ ആംഗിൾസ് കിട്ടി. ഓരോ കോഡിലുണ്ടാവുന്ന
ടാൻജൻഷ്യൽ ആംഗിൾ del 1 del 2 del 3 എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അതെല്ലാം നമുക്ക് അറിയുന്നുണ്ടാവും ഓൾറെഡി. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച del 1 ഫസ്റ്റ് del 1 അത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് ഈ കർവ് സെറ്റിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ T1 T2 എല്ലാം T1 T2 ആൻഡ് B ഇത് ഓൾറെഡി നമ്മൾ ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് വെക്കും. ഈ ഡിസ്റ്റൻസിൽ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കും. T1 T2 B സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം വി വിൽ പ്ലേസ് ദ തിയോഡലൈറ്റ് ഇൻ T1. T1 നമ്മൾ തിയോഡലൈറ്റ് പ്ലേസ് ചെയ്യും. ദെൻ വി വിൽ സൈറ്റ് B അല്ലെങ്കിൽ നമ്മൾ വെർട്ടെക്സിലേക്ക് സൈറ്റ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ആംഗിൾ 0 ആക്കി വെക്കും. ഹൊറിസോണ്ടൽ ആംഗിൾ 0 ആക്കി വെച്ചതിന് ശേഷം now we will turn the telescope of the theodolite to a degree del 1. നമ്മൾ del 1 എന്ന് പറഞ്ഞ ആംഗിളിൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്യും ബൈ അൺക്ലാമ്പിങ് ദ അപ്പർ പ്ലേറ്റ്. നമ്മൾ തിയോഡലൈറ്റിൻ്റെ വർക്കിംഗ് എല്ലാം പഠിച്ചതല്ലേ. അപ്പർ പ്ലേറ്റ് ലൂസ് ചെയ്ത് അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹൊറിസോണ്ടൽ ആംഗിൾ അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടെലിസ്കോപ്പ് ഹൊറിസോണ്ടലി റൊട്ടേറ്റ് ചെയ്യും to an angle del 1. Okay, now the theodolite telescope will be sighting towards this direction and we will get the angle del 1. Del 1 എന്ന് പറഞ്ഞ ആംഗിളിൽ നമ്മൾ തിയോഡലൈറ്റ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ തിയോഡലൈറ്റ് എങ്ങനെയാണ്? ഇത് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് ആണ്, കാണാൻ പറ്റും. നമ്മളിപ്പോൾ കാണുന്ന സൈറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നൗ വി വിൽ പ്ലേസ് ദ സെക്കൻഡ് തിയോഡലൈറ്റ് ഇൻ ഈ T2, ദ പോയിന്റ് T2 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് തിയോഡലൈറ്റ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നൗ വി വിൽ മേക്ക് എ സൈറ്റിംഗ് ടുവേർഡ്സ് T1 ആൻഡ് മേക്ക് ദ ഹൊറിസോണ്ടൽ ആംഗിൾ 0. T1ലേക്ക് സൈറ്റ് ചെയ്തിട്ട് ആംഗിൾ 0 ആക്കി എല്ലാം ടൈറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? Now we will rotate the telescope to an angle del 1. നമ്മൾ മുമ്പ് ചെയ്ത ആ സെയിം ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യും? ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യും. Now the telescope will be sighting in this direction. അല്ലേ? del 1 എന്ന് പറഞ്ഞ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ സൈറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ പറഞ്ഞു. നമ്മുടെ ഈ പ്രിൻസിപ്പിൾ പ്രകാരം we know that this angle will be equal to this angle. അല്ലേ? ആ കോഡിൻ്റെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോഡ്. ആ കോഡ് ഉണ്ടാക്കുന്ന ടാൻജൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ del 1 വിൽ ബി ഈക്വൽ ടു ദ ആംഗിൾ സബ്റ്റൻഡ് ബൈ ദ ഓപ്പോസിറ്റ് കോഡ്. ഇതാണ് ഓപ്പോസിറ്റ് കോഡ്. അപ്പോൾ del 1 del 2 സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ആൻഡ് നൗ ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈറ്റും കിട്ടി. അപ്പോൾ ഈ ഫസ്റ്റ് തിയോഡലൈറ്റ് വെച്ചിട്ട് ഫസ്റ്റ് തിയോഡലൈറ്റിൽ നിന്നും സെക്കൻഡ് തിയോഡലൈറ്റിൽ നിന്നും സൈമിൾട്ടേനിയസ്ലി ഒരേ സമയത്ത് നമ്മൾ സൈറ്റിംഗ് നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു റേഞ്ചിങ് റോഡ് പിടിച്ചിട്ട് ഒരു സർവേയർ ഈ ഏകദേശം രണ്ട് തിയോഡലൈറ്റിലും ഒരേ സമയത്ത് കാണുന്ന രീതിയിൽ ഒരു പോയിന്റിൽ വരുന്ന രീതിയിൽ നിൽക്കും. ഓക്കെ, അത് അയാൾ ലെഫ്റ്റ് റൈറ്റ് എല്ലാം മൂവ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യും? രണ്ട് തിയോഡലൈറ്റിലും വിസിബിൾ ആവുന്ന രീതിയിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിൻ്റാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ കർവിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് T1. ആ പോയിന്റ് കിട്ടുന്നത് എങ്ങനെയാണ്? if this point is visible from both the theodolites, രണ്ട് തിയോഡലൈറ്റിൽ നിന്നും ഈ പോയിന്റ് വിസിബിൾ ആവുന്നുണ്ടെങ്കിൽ then set that point. ആ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ദ കർവ്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നൗ നമ്മൾ del 2 ഈ ലൈൻ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഈ ലൈൻ 0 ആക്കി വെച്ചിട്ട് നമ്മൾ del 2 നമ്മളിനി നെക്സ്റ്റ് ആംഗിൾ del 2 ആണ് ഇനി ചെയ്യേണ്ടത്. ഇനി del 2 നമ്മൾ സെറ്റ് ചെയ്യും. ഫസ്റ്റ് വിൽ മേക്ക് ദിസ് ആംഗിൾ 0 ആൻഡ് വി വിൽ റൊട്ടേറ്റ് ദ ടെലിസ്കോപ്പ് ടു ആൻ ആംഗിൾ del 2. ഓക്കെ, del 2 എന്ന് പറയുന്ന ആംഗിൾ റൊട്ടേറ്റ് ചെയ്യും. നൗ ദ ഡയറക്ഷൻ ഓഫ് സൈറ്റ് ഈസ് ദിസ് അല്ലേ? ആ del 2 പറഞ്ഞ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിൽ സൈറ്റ് ചെയ്യും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം? തിയോഡലൈറ്റ് ഇൻ T2 ഇവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഈ ആംഗിൾ 0 ആക്കി വെച്ച് നമ്മൾ തൊട്ട് മുമ്പ് സൈറ്റ് ചെയ്ത് ആ ഡയറക്ഷൻ 0 ആക്കി വെച്ചിട്ട് del 2 കാണും അല്ലേ? അപ്പോൾ del 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൗ ദ ലൈൻ ഓഫ് സൈറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ആൻഡ് ഈ രണ്ട് ഡയറക്ഷനിൽ നമ്മൾ സൈമിൾട്ടേനിയസ്ലി സൈറ്റ് ചെയ്യുമ്പോൾ അറ്റ് വൺ പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ റേഞ്ചിങ് റോഡ് പിടിച്ച് വെക്കുന്ന ആൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കുമ്പോൾ രണ്ട് ടെലിസ്കോപ്പിലും ഒരേ സമയം കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്
P2. ഓക്കെ, അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ ആംഗിൾസ് വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഹൊറിസോണ്ടൽ ലെങ്ത് ഒന്നും മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് പോയിൻറ്റ്സ് നമുക്ക് ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. P1, P2, P3, P4 അങ്ങനെ. അതിനുശേഷം we will join these points and we will obtain the curve in the ground. Okay, this is the procedure for two theodolite method. നമുക്ക് ഇതിൻ്റെ ഫീൽഡ് പ്രൊസീജിയർ പെട്ടെന്ന് വായിച്ച് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫിക്സ് പോയിൻറ്റ് B1, പോയിൻറ്റ് B, T1 and T2. ഓക്കെ, ആൻഡ് കാൽക്കുലേറ്റ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾസ് യൂസിങ് റാങ്കൈൻസ് മെത്തേഡ്. നമ്മൾ റാങ്കൈൻസ് മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആൻഡ് ഡിഫ്ലക്ഷൻ ആംഗിൾസ്. ഇതിലിപ്പോൾ നമ്മൾ ടാൻജൻഷ്യൽ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്, അത് കണ്ടുപിടിക്കാം. del1, del2. സെയിം സാധനം നമുക്ക് ഡിഫ്ലക്ഷൻ ആംഗിൾ വെച്ചും ചെയ്യാൻ പറ്റും. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, Δ1, Δ2. അപ്പോൾ നമ്മൾ ആംഗിൾ 0 ആക്കുന്നത് ചേഞ്ച് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കും. Now next step is set the theodolite at T1 and T2. T1ലും T2ലും നമ്മൾ theodolite സെറ്റ് ചെയ്ത് വെക്കും. Now set angle tangential angle Δ1 in theodolite at T1 from tangent T1B. T1B 0 ആക്കി വെച്ചിട്ട് we will measure the angle Δ1 and set the same angle Δ1 in theodolite at T2 from the long chord. Long chord T1, T2 എന്ന് നമ്മൾ എന്ത് ചെയ്യും? Δ1 എന്ന് പറഞ്ഞ ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് വെക്കും തിയോഡലൈറ്റിൽ. ഓക്കെ, നൗ ദ ലൈൻ ഓഫ് സൈറ്റ് ഓഫ് ദ ടു തിയോഡലൈറ്റ്സ് ഇൻ്റർസെക്റ്റ് അറ്റ് പോയിൻറ്റ് P1. P1 എന്ന് പറഞ്ഞ പോയിൻറ്റ് രണ്ടിൻ്റെയും ലൈൻ ഓഫ് സൈറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലേ? നമുക്ക് റേഞ്ചിങ് റോഡിൽ കാണാൻ പറ്റും. വിച്ച് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ ഡയറക്ഷൻ ഓഫ് പേഴ്സൺ വിത്ത് റേഞ്ചിങ് റോഡ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ് P1 ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ് ത്രൂ വിച്ച് ദ കർവ് പാസസ്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിൻറ്റ് P1. സിമിലർലി വി ക്യാൻ യൂസ് ദ ആംഗിൾ del2 ആൻഡ് വി ക്യാൻ സെറ്റ് ദ സെക്കൻഡ് പോയിൻറ്റ് P2 ആൻഡ് സിമിലർലി വി ക്യാൻ സെറ്റ് ഓൾ അതർ പോയിൻറ്റ്സ് ആൻഡ് ഫൈനലി വി ക്യാൻ ഡ്രോ ദ കർവ്. വി ക്യാൻ സെറ്റ് ഔട്ട് ദ കർവ് ഇൻ ദ ഗ്രൗണ്ട്. ഇതാണ് ടു തിയോഡലൈറ്റ് മെത്തേഡ്. ഓക്കെ, അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടാക്യോമെട്രിക് മെത്തേഡ്. ടാക്യോമെട്രിക് മെത്തേഡിൽ നമ്മൾ ടാക്യോമീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ടാക്യോമീറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ടാക്യോമീറ്റർ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് തിയോഡലൈറ്റെല്ലാം പോലത്തെ. ഇതിൽ നമുക്ക് ഇൻഡയറക്റ്റ്ലി നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ്ലി നമുക്ക് ടാപ്പ് വെച്ചിട്ടല്ലാതെ അതിൽ കിട്ടുന്ന റീഡിങ്സ് വെച്ചിട്ട് നമുക്ക് ഇൻഡയറക്റ്റ്ലി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിൽ നമ്മൾ കാൽക്കുലേഷൻ വെച്ചിട്ടാണ്, അതിൽ കിട്ടിയ റീഡിങ് നമ്മൾ കാൽക്കുലേഷനിലൂടെ അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്തെന്നിരിക്കാം. നമ്മളിതിൽ ഒരു ലെവലിംഗ് സ്റ്റാഫിലേക്കാണ് സൈറ്റ് ചെയ്യുന്നത്. ലെവലിംഗ് സ്റ്റാഫിൽ റീഡിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ സൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് നമ്മൾ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ തിയോഡലൈറ്റിലെ നോക്കുന്ന സമയത്ത് നമ്മൾ ടെലിസ്കോപ്പിനകത്ത് ക്രോസ് എയർസ് ഉണ്ടാവും അല്ലേ? ക്രോസ് എയർ ഉണ്ടാവും ഇടയ്ക്ക്. ടാക്യോമീറ്ററിൽ 3 ക്രോസ് എയർസ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് 1, 2, 3 ഇങ്ങനെ 3 ക്രോസ് എയർസ് ഉണ്ടാവും. അപ്പം ഈ 3 ക്രോസ് എയറിൽ നമുക്ക് റീഡിങ് കാണും. റീഡിങ് അല്ലേ? തിയോഡലൈറ്റിൽ ടെലിസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണും? ആ ക്രോസ് എയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലെവലിംഗ് സ്റ്റാഫിൽ റീഡിങ് കാണും അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റാഫിലിപ്പോൾ ആദ്യത്തെ ക്രോസ് എയറിലിപ്പം ഒരു 1.5 കിട്ടിയതെങ്കിൽ മൂന്നാമത്തെ അതിൽ 1.7 കിട്ടിയെന്ന് വരിക. ഓക്കെ, സോറി അങ്ങനെയല്ല, 1.2 അത് കിട്ടില്ല, താഴെ കുറവായിരിക്കും. 1.2 കിട്ടിയെന്ന് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് വിൽ ബി ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. 1.5 മൈനസ് 1.2 0.3 ആയിരിക്കും നമ്മുടെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻസ്ട്രുമെൻ്റ് ആൻഡ് ദ ലെവലിംഗ് സ്റ്റാഫ് വിൽ ബി ഗിവൺ ബൈ KS + C. ഈ റിലേഷനിലാണ് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നത്. S is the staff intercept, K and C are ടാക്യോമെട്രിക് കോൺസ്റ്റൻസ്. K എന്ന് പറയുന്നത് അഡിക്റ്റീവ് കോൺസ്റ്റൻറ്റും C എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് കോൺസ്റ്റൻറ്റുമാണ്. ഓക്കെ, കെയുടെ വാല്യൂ നമ്മൾ 100 ആയിട്ടാണ് എടുക്കുന്നത്. സിയുടെ വാല്യൂ ഈ പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റിന് നമ്മൾ 0 ആക്കി എടുക്കും.
ഓക്കെ, ഈ ടൈക്കോമീറ്ററിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ k = 100 c = 0 എടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. ഈ ടൈക്കോമെട്രിക് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, സെറ്റിംഗ് ഔട്ട് ഓഫ് കർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ പെഗ് ഇൻ്റർവെല്ലാം നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാൻജൻഷ്യൽ ആംഗിൾ ഡെല്ലും ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റയും കണ്ടുപിടിക്കാം. ഓക്കെ, അതിനുശേഷം വി ക്യാൻ ഫൈൻഡ് T1 B1 T1 B2. അതായത് നമ്മൾ B1 എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പോയിൻ്റാണ് B1, സെക്കൻഡ് പോയിൻ്റ് B2, തേർഡ് പോയിൻ്റ് B3. ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പോയിൻ്റ്. ആ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മീൻസ് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ടാൻജൻറ്റ് ലെങ്ത്തും കോഡ് ലെങ്ത്തും ഇതെല്ലാം പഠിച്ചതല്ലേ. അത് നമുക്ക് ഇതൊരു സിമ്പിൾ കർവ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ T1 B1 ആണ് നമ്മുടെ ഫസ്റ്റ് കോഡെങ്കിൽ ഫസ്റ്റ് കോഡ് T1 B1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ T1 B1 എന്ന് പറഞ്ഞാൽ എന്താണ്, കോഡ് ലെങ്ത്താണ് അല്ലേ, ലോങ് കോഡ് ലെങ്ത്താണ് T1 B1. അത് നമുക്ക് ഈ del1 അറിയുമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ലോങ് കോഡ് ലെങ്ത്ത് T1 B1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ, del1 അറിയുമെങ്കിൽ. അപ്പോൾ അത് നമുക്കറിയാം. T1 B1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമുക്കറിയാം. അതുപോലെ T1 B2 എന്നുള്ള ഡിസ്റ്റൻസും നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഗ്രൗണ്ടിൽ ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രൗണ്ടിൽ ടാപ്പോ ചെയിനോ വെച്ചൊന്നും നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല, ടാപ്പോ ചെയിനോ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻഡയറക്റ്റ്ലി ആണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്, വിത്തൗട്ട് യൂസിങ് ചെയിൻ ഓർ ടാപ്പ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ T1 B1 T1 B2 എല്ലാം അറിയാമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഓരോന്നും കോഡ് ലെങ്ത് ആണ്. ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് T1 എന്ന് പറഞ്ഞ പോയിൻ്റ് എന്നില്ല, ഓരോ പോയിൻറ്റ്സിലേക്കുള്ള B1 B2 B3 അങ്ങനെയുള്ള ഓരോ പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസസ് ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇക്വേഷനാണ് D = KS+C, where D is the distance T1 B1 T2 B2. ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ D ആയിട്ട് കാണിക്കുന്നത്. S എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം ഇൻസ്ട്രുമെൻറ്റ് T1 വെച്ചു, ടൈക്കോമീറ്റർ T1 വെച്ചു. അതിനുശേഷം നമ്മൾ വെർട്ടെക്സിലേക്ക് നോക്കി ആംഗിൾ 0 ആക്കി വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഫസ്റ്റ് ആംഗിൾ ഇപ്പം ഡെല്ലാണ് ഇട്ടത്, ശരിക്കും del1 ആണ് വേണ്ടത്. ഓക്കെ, നമ്മൾ ഇതിൽ വരച്ച പ്രകാരം ഇതിലിപ്പോൾ എല്ലാം ആ കോമൺ ടാൻജൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടാൻജൻറ്റ് എന്നാണ് എല്ലാ ആംഗിളും എടുക്കുന്നത്. അതിന് നമ്മൾ ഡെൽറ്റ എന്നാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് del1 ഓർ ഡെൽറ്റ രണ്ടും സെയിം ആണ്. ആദ്യത്തിൽ രണ്ടും സെയിം ആണ്. അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ ഹൊറിസോണ്ടൽ ആംഗിൾ സെറ്റ് ചെയ്തു. ഹൊറിസോണ്ടൽ ആംഗിൾ ആ പെർട്ടിക്കുലർ ലൈൻ ഓഫ് സൈറ്റ് del1 എന്ന് പറഞ്ഞ ആംഗിളിൽ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് വന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി നമ്മൾ ഈ ലൈൻ ഓഫ് സൈറ്റിൽ നമ്മൾ നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് പ്ലേസ് ചെയ്യും. ഓക്കെ, ലെവലിംഗ് സ്റ്റാഫ് പ്ലേസ് ചെയ്യും. അത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് S1 വരുന്ന രീതിയിൽ. S1 എന്ന് പറഞ്ഞ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്താണ്, നമ്മളിപ്പം ഫസ്റ്റ് ആദ്യത്തെ ഡിസ്റ്റൻസ് എന്താ, T1 B1 ആണ്. കെയും സിയും നമുക്കറിയാം. അപ്പോൾ K × S+C ആണ്. അപ്പോൾ T1 B1 നമുക്കറിയുമെങ്കിൽ വി ക്യാൻ ഇൻഡയറക്ട്ലി ഫൈൻഡ് ദ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് റിക്വയർഡ് ഫോർ ദാറ്റ് T1 B1. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എത്രയാണ് വേണ്ടതെന്ന് നമുക്കിതിൽ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ആ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് വരുന്ന രീതിയിൽ ആ വാല്യൂ ഓഫ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിനെ മൂവ് ചെയ്യിക്കും. ലെവലിംഗ് സ്റ്റാഫിനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കിട്ടും S1. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പോയിന്റ് B1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്, ആ കറക്റ്റ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് വരുന്ന ആ പോയിൻ്റ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് പോയിന്റ് B1. സിമിലർലി അടുത്തത് നെക്സ്റ്റ് നമുക്ക് T1 B2 അറിയാം. T1 B2 = KS+C, C 0 ആണ്, K 100 ആണ്. അതിൽ നിന്ന് നമുക്ക് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എത്രയാണെന്ന് കിട്ടും, S2 വാല്യൂ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്ട്രുമെൻറ്റ് വിൽ ബി റൊട്ടേറ്റഡ് അറ്റ് ആംഗിൾ del2. നമ്മുടെ മെയിൻ ടാൻജൻറ്റ് നിന്നാണെങ്കിൽ del2, തൊട്ട് മുമ്പത്തെ ടാൻജൻറ്റ് ലൈൻ നിന്നാണെങ്കിൽ del2. ഓക്കെ, രണ്ട് തരത്തിലും ചെയ്യാം. അപ്പോൾ ഇതിൽ del2 ആണ് എടുക്കുന്നതെങ്കിൽ ആ ആംഗിളിൽ
നമ്മളെ ലൈൻ ഓഫ് സൈറ്റ് വന്നു. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് പ്ലേസ് ചെയ്തിട്ട് അറ്റ് പെർട്ടിക്കുലർ പോയിൻറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ആ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് S2 എന്ന് പറഞ്ഞ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതാണ് നമ്മുടെ സെക്കൻഡ് പോയിൻറ്റ് B2. സിമിലർലി നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എത്ര പെഗ് ഇൻ്റർവലാണോ കൊടുത്തിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നമ്പർ ഓഫ് പോയിൻറ്റ്സ് കിട്ടും. B1 B2 B3 B4 അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിയ ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. അപ്പം B1 കിട്ടി, B2 കിട്ടി, B3 കിട്ടി. അപ്പോൾ അതിനെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വിൽ ഗെറ്റ് ദ ഫൈനൽ കർവ് അതിനെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ടാക്യോമെട്രിക് മെത്തേഡിൽ സെറ്റിംഗ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയും പ്രൊസീജിയർ പഠിച്ചാൽ മതി, നമുക്കിതിൽ ന്യൂമറിക്കലൊന്നും ചോദിക്കില്ല. ഓക്കെ.